ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് വന്ന വിധി ഇങ്ങനെയായി പോയി. സഹിക്ക, അല്ലാതെ മറ്റൊരു വഴി എനിക്കില്ലല്ലോ. ഷാരി, എന്തായാലും കൊറേയൊക്കെ ഞാൻ നോക്കും. എന്നിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ ആർക്കും ഒരു ഭാര്യയായിട്ട് ഞാൻ നിൽക്കില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോവും. ഇനി എന്തായാലും കുറച്ചു നാളത്തേക്ക് ചന്ദ്രബോസ് പുതിയ തന്ത്രങ്ങളുമായിട്ട് വരാൻ സാധ്യതയില്ല. ഇന്നത്തെ സംഭവം അയാൾക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും അയാളെ കുറിച്ച് പറയാൻ പറ്റില്ല മോളെ. പകയുള്ള എനവാ. എപ്പോഴാ പതിയെ ഇരുന്ന് കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. വിഷ്ണുവിനോടും നിന്നോടുമൊക്കെ അയാൾക്കിപ്പോ വൈരാഗ്യം കൂടിയിരിക്കുക. നിങ്ങള് രണ്ടുപേരും ശരിക്കും സൂക്ഷിക്കണം. അയാള് ദ്രോഹിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തില് അയാളോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരാള് വിഷ്ണുവേട്ടനാ. നേർക്ക് നേരെ നിന്ന് വിഷ്ണുവേട്ടനെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അയാൾക്കറിയാം. അതിനാ അയാള് വിഷ്ണുവേട്ടന്റെ സ്വന്തക്കാരെ മുഴുവൻ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കി ദ്രോഹിക്കുന്നത്. ഒരു തരം മാനസിക വിഭ്രാന്തി, അല്ലാതെ എന്തു പറയാനാ. ഇനിയെങ്കിലും ഒരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ചായ എടുക്കാം, നീ ഇരിക്ക. നിക്കമ്മേ, ചായയൊക്കെ ഞാൻ എടുത്തോളാം. എന്നെ സൽക്കരിക്കാൻ ഞാൻ വിരുന്ന് വന്നൊന്നും അല്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ. ആ, ചായയൊക്കെ ഞാനിട്ടു. ദാഹിച്ച് മനുഷ്യന് തൊണ്ടയൊക്കെ വരണ്ടു. എത്ര നേരം പുറത്തെ ബഹളമൊന്നും ഒഴിയാൻ കാത്തു നിൽക്കുന്ന. എന്തായാലും ആ പോലീസുകാരനോട് വായിട്ടലച്ചതല്ലേ, ഇത് കുടിക്ക്. ആ ക്ഷീണൊന്ന് മാറട്ടെ. ദാമേ, എനിക്ക് വേണ്ട. എന്താ അമ്മ എന്താ വല്ലാതിരിക്കുന്നെ? ഇപ്പോഴും ആ പേടി വിട്ടില്ലേ? അല്ല മോളെ, നിങ്ങളെ സത്യാമ്മ വീട്ടിലേക്ക് കയറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടല്ലോ. സത്യാമ്മ പക്ഷേ ഒരിക്കലും എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നിച്ച് നമുക്ക് ആ വീട്ടിൽ കഴിയാന്ന്. ഇനിയും എന്തിനാ അങ്ങനെ പറയണോന്ന് വാശി പിടിക്കുന്നത്? അച്ഛൻ അതിനായിട്ടാണല്ലോ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചത്. എന്റെ അമ്മേ, അതുകൊണ്ട് എന്താ കാര്യം? ഇതിനു മുമ്പും ഇതുപോലെ സത്യാമ്മ മുന്നിട്ട് തന്നെയല്ലേ എന്നെ ആ വീട്ടിലേക്ക് വിളിക്കുകയും സ്നേഹപൂർവ്വം എന്നെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത്. എന്നിട്ട് എന്തായി? കൂടിയ 1-2 മാസം. അതിനുള്ളിൽ ഈ വിളിച്ചതും പറഞ്ഞതും എല്ലാം സത്യാമ്മ അങ്ങ് മറക്കും. സത്യാമ്മയുടെ ശരിയായ സ്വഭാവം എടുക്കുകയും ചെയ്യും. എന്തായാലും എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ ഒരു തീരുമാനം മോൾ എടുക്കണമെന്നേ ഞാൻ എന്തായാലും പറയുന്നുള്ളൂ. വിഷ്ണുവും വിഷ്ണുവിന്റെ അച്ഛനും എല്ലാം നീ ചെല്ലൂന്നുള്ള പ്രതീക്ഷയെ തന്നെയായിരിക്കുന്നത്. ഞാനും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു കഴിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആള് തന്നെയാ. പക്ഷെ മുന്നോട്ടുള്ള സത്യാമ്മയുടെ സ്വഭാവ രീതി അറിയാതെ എനിക്കൊന്നും പറയാനാവില്ലമ്മേ. മോളെ, ഞാൻ നിന്റെ ഇനിയുള്ള ജീവിതം... ഇവളുടെ ഇനിയുള്ള ജീവിതത്തിൽ എന്ത് വരാനാമേ? ഇനി എന്ത് വന്നാലും ഇവൾക്കത് നേരിടാനും പറ്റും. കാരണം ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇവൾക്കില്ല. അതുപോലെയാണോ എന്റെ കാര്യം? ഒരു പ്രതീക്ഷയില്ലാതെയല്ലേ എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. എന്റെ കാര്യത്തിൽ അമ്മ ഇതുപോലെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരമ്മയ്ക്ക് മക്കളെ അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ശാലിനിയുടെ കാര്യം ഉടനെ നടക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് അക്കാര്യം സംസാരിച്ചത്. ഓ, അപ്പൊ എന്റെ കാര്യത്തിൽ ഇക്കാലത്തൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാല്ലേ? ഈ പെണ്ണ്. ചേച്ചി ഇങ്ങനൊന്നും സംസാരിക്കരുത്. രാജീവ് സാറ് വരാതെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? നാട്ടിൽ നിൽക്കുന്ന രാജീവ് സാറിന്റെ അമ്മയോടും അമ്മാവനോടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അപ്പൊ പിന്നെ രാജീവ് സാറ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. അതെ, എന്റെ കാര്യമാകുമ്പോ വഴി കാണില്ല. നിങ്ങളാരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ, എന്റെ വിധിയാ. എനിക്ക് വന്ന വിധി ഇങ്ങനെയായി പോയി. സഹിക്ക, അല്ലാതെ മറ്റൊരു വഴി എനിക്കില്ലല്ലോ.
ശാരി, എന്തായാലും കൊറേയൊക്കെ ഞാൻ നോക്കും. എന്നിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ ആർക്കും ഒരു ഭാര്യയായിട്ട് ഞാൻ നിൽക്കില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോവും. ചേച്ചി എടി ചേച്ചി ശാൽ, എന്താ അമ്മ, എന്തിനാ ചേച്ചി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നേ? അതുകൊണ്ട് ചേച്ചിക്ക് എന്ത് ഗുണമാ കിട്ടുന്നേ? എനിക്കറിയില്ല എന്തൊക്കെയാന്ന്. ഇതിപ്പോ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? വിളിച്ചാലാണെങ്കിൽ രാജീവ് സാർ ഒന്ന് ഫോൺ പോലും എടുക്കുന്നില്ല. ചിലപ്പോ തിരക്കുണ്ടാവും, എന്നാലും ഫ്രീ ആകുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കോ? അതുമില്ല. എടി, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട്. അതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെ ഒരു അഭിപ്രായം പറയുന്നേ? ഓ, വരുന്നൊക്കെ വരുന്ന പോലെ വരട്ടെ. ശാരദയുടെ പെൺമക്കളല്ലേ, എല്ലാം നേരിടാനുള്ള കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ. മോളെ, നീ നിന്റെ കാര്യത്തിൽ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ. ജീവിതമാ മോളെ, അതേത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ നിനക്കുണ്ട്. സ്വയം തീരുമാനിക്ക് എന്തു വേണമെന്ന്. അച്ഛനിപ്പോ മരത്തില്ലേ മോളെ? ഇപ്പൊ വരൂ അച്ഛാ, ഒന്ന് ക്ഷമി. ക്ഷമിയോ? ആ, ക്ഷമിക്കാൻ. ഓ അങ്ങനെ. ദേ മുഴുവനും കുടിക്കണം, ചൂടാറണ്ട. ഓ ആയിക്കോട്ടെ. അല്ല, എന്റെ മക്കളെ ആരാ ചാടാൻ പഠിപ്പിച്ചേ? അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം, ശാരദമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാ. മധുരോ കടുപ്പോ എല്ലാം കേറ് കൃത്യം. ശാരദാമ്മയുടെ കൈപുണ്യം അതുപോലെ കിട്ടിയിട്ടുണ്ട്. ദേ അച്ഛൻ വന്നില്ലോ. അച്ഛനും പിള്ളച്ചേട്ടൻ എപ്പോഴാ വന്നേ? ഞാനും അച്ചാച്ചനും കൂടി അച്ഛൻ വന്നത്. അത് ശരി. അപ്പൊ നിങ്ങള് സ്കൂളിൽ ചെന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, സ്കൂളിൽ ചെന്നാ ഞാനല്ലടാ, നിന്റെ അമ്മയാ. എന്ത്, നിനക്ക് വിശ്വാസമായില്ലേ? എടാ, ഭാമയപ്പ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടേ എനിക്ക് തന്നെ വിശ്വാസമാവുന്നില്ലെന്നേ. ഭാമനാണോ കാണിക്കുന്നെന്നും പറയുന്നൊക്കെ. സത്യാമ്മ സ്കൂളിൽ വന്നിരുന്ന അച്ഛാ, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. ദേ ഈ വളയും മാലയും കമ്മലും ഈ ക്ലിപ്പും ഒക്കെ സത്യാമ്മ വാങ്ങിച്ചു തന്നതാ. പിന്നെ ഈ ഉടുപ്പും വാങ്ങിച്ചു തന്നു. പിന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. എപ്പോ? ഇന്ന് തന്നെ. ഞാനിത് എന്തൊക്കെ കേക്കണച്ച? എടാ, ഏതോ ലോകത്തിലാ അവള്, സ്വപ്ന ലോകത്തിലേ.